ഇത് സോഫ്റ്റ് ടിഷ്യൂവിലാട്ടോ വന്നിരിക്കുന്നത്. ഒത്തിരി ഡിമാൻഡ് വന്നൊരു സാരി ആയിരുന്നു അത്. അപ്പോൾ വീണ്ടും ഒത്തിരിയും എൻക്വയറീസ് എന്നുള്ള ഒരു സാരി. ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ക്രോസ് സ്റ്റിച്ചാട്ടോ ഈ വന്നിരിക്കുന്നത്. 2720 ഈ സാരി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പിന്നെ ഇത്രയും ഭാഗത്ത് ഫുള്ളായിട്ട് ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇത്രയാവുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം സാരി ആട്ടോ, ഫ്ലവേഴ്സിലുള്ള കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റേറ്റ് 2720. ഇതൊരു പിങ്ക് ഷെയ്ഡ്, ഇതൊരു പീച്ച് ഷെയ്ഡും കൂടിയാണ് വരുന്നത്. ഇതും സോഫ്റ്റ് ടിഷ്യൂവിലാട്ടോ വന്നിരിക്കുന്നത്. 2099 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഒരു ബോർഡർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. എല്ലാത്തിൻ്റെയും പോലെ തന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോഴേക്കും ഹാഫായിട്ടും വരുന്നു. ഇതും ഫുള്ളായിട്ട് ത്രെഡ് വർക്കാട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടിഷ്യൂവിലാട്ടോ, എല്ലാം സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഫുള്ളായിട്ടും ത്രെഡ് വർക്ക് വരുന്നു. 2569 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക വിത്ത് ബ്ലൗസ് പീസ് ഒരു ഗോൾഡൻ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ ത്രെഡ് വർക്ക് വരുന്നുമുണ്ട്. ഇത് മറ്റൊരു ഡിസൈനാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. 2659 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്ര കളർ കുറഞ്ഞവർക്കായാലും ഇത് വെയർ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സും തോന്നും. പിന്നെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക, ഗോൾഡൻ ആയിട്ടാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഷെയ്ഡ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ടാണ് വരുന്നത്.